കഴ പാർട്ട് 3. പക്ഷെ ഇപ്രാവശ്യം പീക്ക് സാധനം, പീക്ക് കഴപ്പ്. ഇവന്മാര് പെറ്റ് ഷോപ്പിൽ പോവുക. ഇപ്പോൾ എന്ത് മേടിക്കാനാണെന്ന് ഞാൻ അവിടെ പോയിട്ട് കാണിച്ചു തരാം. ഇവന്മാര് ശരിയാവൂലെന്നതിന് ബെസ്റ്റ് എക്സാമ്പിൾ വണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ കഴിയല്ലേ ഇതിലാ അമലില്ല കേട്ടോ. നീ ഉണ്ട് പറഞ്ഞോ, തുടങ്ങിയോ. മേടിക്കാൻ വന്ന സർപ്രൈസ് ആണ് ഒരു ജീവി. പ്രശ്നം എന്താണെന്ന് വെച്ചാ വീട്ടിൽ നിന്ന് കൊടുത്താക്കരുത്. പക്ഷെ ക്യൂട്ടാണ് സാധനം കേട്ടോ, ക്യൂട്ടാണ്. ചക്കുട് ലോലനായിരിക്കും. ക്യൂട്ട്നെസ് വിട്ട് നമ്മള് കളിയില്ല കേട്ടോ. ചുബിന് പണിന്നല്ലേ പേരിടാൻ പോണേ. വയലന്റ് അല്ല എന്താണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും, കണ്ടാ ഇഷ്ടപ്പെടും. എല്ലാരും കൂട്ടത്തിലുള്ള സാധനമാണത്. ചെറുതാണ്, നമുക്ക് പണിക്കൊക്കെ ഇട്ടോണ്ട് വരാം. പണിക്കൊക്കെ എടുത്തോണ്ട് തോളത്തൊക്കെ വെച്ച തോളത്ത് ബിയറബിൾ ആണ്. ഇങ്ങനെയൊക്കെ പറയും, പക്ഷേ നോക്കാം എന്താ നടക്കാൻ പോണേ. കിഡ്സ് കാണാൻ പാടില്ല കേട്ടോ. കിഡ്സ് കാണാൻ പാടില്ല. 18+ ആണ്. 18+ കണ്ണിച്ചിമ്. ഇതിന് എനിക്ക് മെയിൻ ആയിട്ട് ഇമ്പോർട്ടന്റ് കാര്യം പറയാനുള്ളത്, അമൽ ഇതിലൊരു പങ്ക് കേട്ടോ. ഉണ്ട്, അമലിനാണ് മെയിൻ പങ്ക്. അമലാണ് പങ്കും സാവിക്കാണ് പ്രധാനമായിട്ട്. സാവിയാണ്, അല്ലെങ്കിൽ ഈ സാവി കൊണ്ട് ഭയങ്കര ശല്യമാണ്. എങ്ങനെ ഇരിക്കണ. ഇന്നത്തെ കഴ വി പ്രസന്റ് യു. ഗൈസ്, ഞങ്ങൾ പെറ്റ്കോയിൽ എത്തിയിട്ടുണ്ട്. ചന്ദ്രൻ നേരത്തെ വന്നിട്ടുണ്ടെന്ന്. ഗൈസ്, ഇപ്പോഴും ഞങ്ങൾ എന്താ മേടിക്കാൻ പോണെന്ന് എനിക്കറിയത്തില്ല, അവന്മാർക്ക് പക്ഷെ അറിയാം. പെറ്റ്കോയിലേക്ക്. ഗൈസ്, ഇവിടുത്തെ അനിമൽ ഷോപ്പിന്റെ പേരാണ് പെറ്റ്കോ. ഓക്കെ, പാമ്പിനെ മേടിക്കാൻ പോവാല്ലോ. പറഞ്ഞില്ലേ. അതെ, ആളെ കണ്ടില്ലല്ലോ. എവിടെയാണോ കണ്ടില്ലല്ലോ കർത്താവ്. എവിടെയെങ്കിലും കാണും. ഞാൻ കണ്ടില്ല. പാമ്പ് എവിടെ വന്നത്? പാമ്പില്ലേ? പാമ്പ് എവിടെ? ഗൈസ്, ചെറിയൊരു പ്രശ്നമുണ്ട്. പാമ്പിനെ കണ്ടില്ല. ചെറിയൊരു പ്രശ്നം. ഈ കുറിക്കുണ്ടല്ലോ, അത് അങ്ങൊരു രൂപ. മിണ്ടാണ്ടിരി, ആദ്യം പാമ്പ് നോക്കിയിട്ട് പോവാ. ഇവിടെ വല്ലതും കാണും പാമ്പ്. ഇവിടെ ഉണ്ടോ പാമ്പ്? എന്താന്നറിയില്ല. അപ്പൊ എന്നോട് സംസാരിച്ചിട്ടുണ്ട്. പോരാന്ന് പറഞ്ഞിട്ടില്ലേ. അപ്പൊ പാമ്പ് ഇതിനകത്ത് ഇപ്പൊ ഉണ്ട്. Like both. I have not seen any of this. I was looking for this guy. I'm interested in him. And also, do you have the yellow one? I don't think we do. ഇത് ചുമപ്പ്. ഇത് ബോളാ. ബോളല്ല. താക്കട്ടനായിട്ട് മതി. അവിടെ ഉണ്ട്. ഇത് വലുതാണല്ലോ. അതാ തോന്നുന്നുണ്ട്. ബോള. Gotcha. Can I see the other one too? I was like looking for something like fancy stuff. Usually with snakes you just post it. അത് കിട്ടില്ല. അത് കൊള്ളാം. ബിഹൈൻഡ് അവര് പറയാണ് ഇത് പാമ്പിന്റെ കാര്യമൊക്കെ. എന്താണ് നിനക്ക് വല്ലതും പറയണ്ടോ? അവന് പാമ്പിനെ വേണ്ടിയിട്ട് എന്താ പറയുക. ഞങ്ങൾ എന്തായാലും മേടിക്കും. പക്ഷേ അവര് ഇങ്ങനെ സംസാരിക്കുമ്പോൾ പോയി റെക്കോർഡ് ചെയ്യണത് ശരിയല്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ വോയിസ് ഓവർ ഇങ്ങനെ ചെയ്യണം. എൻ്റെ 17 Pro Max ആണ് കയറിയിട്ടുണ്ട്. കിട്ടി. ഇത് തന്നെ ഞാൻ. നിങ്ങളപ്പോൾ രണ്ടും എനിക്ക് ഇഷ്ടമായി. പക്ഷെ എന്താ കേസ് വെച്ചാൽ ചുമലാണെങ്കിൽ ക്യൂട്ടാണ്, ചെറുതാണ്, ഹാൻഡ് ഫ്രണ്ട്ലി ആണ്. ഇല്ലടോ. മറ്റേത് പക്ഷെ ഒരു മറ്റേത് പക്ഷെ പൈത്തനാണ്. മറ്റേത് മലമ്പാമ്പാണ്. അതിന്റെ ഒരു മലമ്പാമ്പാണ് സത്യം പറയാം. അഞ്ചടിക്കൊക്കെ മുകളിലൊക്കെ നല്ല ഗ്രില്ലൊക്കെ ആയിട്ട് ചുട്ടാണ്ടല്ലോ. മലമ്പാമ്പ് രസാട്ടോ. അറിയത്തില്ല ചുട്ടാ തന്നെ. സത്യല്ലേ? മലമ്പാമ്പ് എടുത്താലേ മറ്റേ ആടിനെ വളർത്തുന്ന പോലെ, ആടിനെ കെട്ടാൻ വളർത്തുന്ന നമുക്ക് പാമ്പിന്റെ ഇറച്ചി കാശിന് കുഴപ്പമൊക്കെ കൂട്ടോ. വലിയ വില ഇല്ല. പാമ്പിനെ വേണം. എന്റെ ശൈലി അമൽ വെച്ച കലപ്പ് പുറകോട്ടില്ല. ഞാൻ തുടക്കൂല. നീ തുടണ്ട. രണ്ടാൾക്കാരെ ഉള്ളൂ ഇവിടെ. രണ്ടാൾക്കാര്. ഇത് ആദ്യത്തെ ബോള്. ഇവൻ ഇത് റബ്ബറല്ല, ബോൾ പൈത്തനാണ്. ഇത് വേറെ മുതല്. ഇത് രസമുണ്ട്. പക്ഷെ
എടാ പേടിക്കാനുള്ളൊന്നുമില്ല, ഇവൻ കുഞ്ഞാണ്, തടി വെക്കില്ല, വലിപ്പം വരില്ല. രണ്ടും ഒരേ വിലയാ, 99 100. ടാക്സ് അടക്കം വരുമ്പോ 110 വരും. ആദ്യ ഓണറിന് ചെറിയൊരു പേടി കടിക്കുമെന്നൊക്കെ. വേറെ ഔട്ട്ലെറ്റ് ഞാൻ വന്ന് നോക്കണ്ട്. വേറെ ഔട്ട്ലെറ്റ് പോയാലോ? വെച്ച കളി പുറപ്പെട്ടില്ലേ, വേറെ പാന്തൽ കിട്ടുന്ന എവിടെ നോക്കടാ. വിളിക്കണ്ട്. എന്തെങ്കിലും പറയാനുണ്ടോ? ക്യാമിയോ ഇല്ലെന്ന് പറയില്ല. മൊഴിയൂ എന്താണ് പറയാനുള്ളത്? ഇന്ന് മേടിക്കണം. ഇന്ന് വാങ്ങിച്ചിട്ട് വീട്ടിൽ കയറുള്ളൂ. കടിക്കൂല. ഞാൻ പറഞ്ഞു സാവി, എന്റെ മാമന്റെ മോനല്ലാന്ന് ചോദിക്കാനായിട്ട്. അതിനെ കിട്ടിയ വാങ്ങേണ്ടി വരും. വിഷം ഇവൻ ശരിയാവില്ല. പേടിക്കണ്ട, നിന്റെ അടുത്ത് അവനൊന്നും ശരിയാവില്ല. നമുക്ക് വേറെ നോക്കാം. ഇവിടെ എന്താ തള്ളയാമ? നാട്ടിൽ എത്ര പേര് അടിച്ചാമല്ല. അങ്ങനെയല്ല, നാട്ടിൽ എന്തോരം കണ്ടിട്ടുണ്ട്. ഇപ്പുണ്ട് ശമ്പളം കിട്ടാൻ മതി. ഇത് എടുക്കല്ലേ? ഏതാ 99-ന്റെയാ? അത് മതിയോ? ഇത് മതി, ഇത് സെറ്റാ. അതെത്ര സൈസാ? അത് കറക്റ്റാണ്. അപ്പൊ ചെറിയ പാമ്പിനെ മേടിക്കണം. അത് വാങ്ങുന്നത് പിന്നെ അന്നെ കൊണ്ട് തന്നെയാണല്ലോ. ഇപ്പൊ ഉള്ളതിന് ഇത് മതി. അത് വളരെ നമുക്ക് മറ്റേ പൈസ കൂട്ടിയിടാം. വളരുമ്പോ നമ്മുടെ കയ്യിൽ കാശ് ഉണ്ടാവല്ലോ, അപ്പൊ നമുക്ക് വലുതാക്കാം. നമ്മുടെ എന്നാ കാശ് ഇരിക്കുന്നേ? ഇതൊക്കെ വീഡിയോ വരൂടാ. നമ്മളെന്നാ കാശ് ഇരിക്കുന്നേ? എന്നോ കഴച്ചിട്ടും അതുകൊണ്ട് ഇതുകൊണ്ടാണ് ഞാൻ ഇത് കഴപ്പെന്ന് പറയുന്നത്. പൈസ ഉണ്ടായിട്ടല്ല, ഇല്ലാതിരുന്നിട്ട് മേടിക്കുമ്പോഴാണ് കഴപ്പ് അല്ലേ? അതാണ് ഇവിടെ നടക്കുന്നത്. എന്റെ ക്രെഡിറ്റ് മാക്സ് ആണ്. ഇവന്മാര് എന്ത് കണ്ടിട്ടാണ് ചെയ്യണേന്ന് എനിക്കൊരു പിടിയില്ല. സാവിയെ കണ്ടാണ് വീടിന്റെ പിന്നിലെ കോതപ്പുല്ല്. ജപ്തി എന്തൊക്കെയാ? അപ്പൊ എടാ അത് എത്ര ഇതാ മറ്റേ എത്ര 29 സെറ്റ്. അപ്പുറത്തുള്ളാണെങ്കിൽ 82-ന് ടാങ്ക് മാത്രം ഫ്രണ്ട് ഓപ്പൺ ഉള്ളത്. കഞ്ച് അത് ഇവിടെ നമ്മളെല്ലാം അറിയണം, എല്ലാം നോക്കി. ഇതാണ് ഇവൻ പറഞ്ഞത്. ഇത് 82 ഫ്രണ്ട് ഓപ്പണ്. അപ്പൊ ഇതിന്റെ അകത്തെ സാധനങ്ങളെല്ലാം കൂടെ മേടിക്കാൻ എത്ര ആവും? വേറെ വേറെ വില. ഇതെത്ര? പക്ഷെ 20,000 ഇപ്പത്തെ ഒരു മാർക്കറ്റ് അനുസരിച്ച്. 200 എന്ന് പറയുമ്പോ നെറ്റ് 20,000 രൂപ നാട്ടില്. വീട്ടിൽ കൊടുത്തേ ചാൻസ് നീ ആയിരുന്നു വാങ്ങിച്ചിട്ടില്ല. അതല്ല, അതിന്റെ വലിയ ഇതാണ് $124. ഫുള്ളിന് $100 ഇത് 50% ഓഫ് ഉണ്ട്. ഇത് അതിനെത്ര? 82. ഇതോ 164. ഇവ ഇന്ന് ശരിയാക്കും. ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ ഇവിടെ കൈ വെക്കരുത്. ഞാൻ സത്യം പറയട്ടെ, പറ. 100 വെച്ചാൽ ഇത് മേടിക്കാൻ അകത്ത് സാധനങ്ങൾ മേടിക്കാൻ എന്നാ വാ പോയിട്ട് വരാം. ഞങ്ങൾ കുഴിയല്ലേ കാണണം. ഇത് ഫുൾ വീഡിയോ ആണോ? എനിക്കൊരു മോനില്ല. റേഷൻ കാർഡിലൊക്കെ എന്തിനു പേര്? ഫോർ യുവർ കൈൻഡ് ഇൻഫർമേഷൻ, എന്റെ പൈസ കൊടുക്കുന്ന സാവിയാണ്. ഇതിന്റെ മൊത്തം സാവിക്ക് ഒരു വിവരം ബോധിക്കാത്തോണ്ട് ഞാൻ മേടിക്കാൻ വന്നതേ ഉള്ളൂ. അമ്മേ ഇത് അമ്മയോട് സ്പെഷ്യലായിട്ട് പറയുകയാണ്, മനസ്സിലാക്കണം അമ്മ. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ടാങ്ക് മാത്രമേ ഇപ്പോൾ മേടിക്കുന്നുള്ളൂ ഗൈസ്. മെയിൻ റീസൺ ഞങ്ങൾക്ക് പാമ്പുകൾ ഇഷ്ടപ്പെട്ടില്ല. ഇവൻ ഒരു ഷോപ്പിൽ വിളിച്ച് അവർ $200 എത്രയാണ് 8-9 സ്നേക്ക് ഉണ്ടെന്ന് പറഞ്ഞില്ലേ ഗൈസ്. ഈ ഒരു ബെഡില്ലേ ഇതിന് $28. ഞാൻ പറയും പോടാ ഫുൾ വ്ളോഗൊന്നും. പാമ്പിന്റെ കടയിൽ പോകാനായിട്ട് ഈ പാമ്പിന്റെ കൂടും തുത്തൂലിയും കൊണ്ടുപോകണം. അവരോട് പറയാല്ലേ, അത് മേടിച്ചു കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് അവിടുത്തെ സ്റ്റൈലെന്ന് പറയാം. നാട്ടിലെ ആൾക്കാരല്ലല്ലോ അലയായിട്ടല്ലേട്ടാ നാട്ടിൽ പ്രശ്നവും. ഞാൻ പറയും അയ്യോ പടി പാളി തിരക്കായി ഗൈസ്. ഞങ്ങൾ വന്നപ്പോൾ ആരും ഇല്ല, എത്ര വട്ടം തിരക്കായി ഫുൾ ആൾക്കാരെ. ഇപ്പം ഞങ്ങൾ കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്യണം വിചാരിച്ചില്ലേ ഇല്ലേ? പാമ്പിന്റെ പട്ടിണി കിട്ടാൻ ദോഷം കിട്ടുമെന്നൊക്കെയാണ്. അതാ അതിനെന്ത് കൂടുതൽ. നീ എത്ര വർഷം ഹാംസ്റ്ററിന്റെ കയ്യിലെടുത്തു? 2 മാസമായിട്ട് ഞാൻ എടുത്തിട്ടത്. അത് വലുതാടോ, പഴമല്ല. ഈ പാമ്പ് വലുതാകും, അത് 4 അടി വരുള്ളൂ. ആൾക്കാരുണ്ട്. സൈലൻസ് പ്ലീസ്, സൈലൻസ്. ഇതുവരെ മേടിച്ചാലോ?
നിന്റെ അച്ഛൻ ചുമ്മായിരിക്കണ്ട, ഇതൊക്കെ വീഡിയോയിൽ വരുവേ. അത് വരണം ഇതിനെക്കുറിച്ച് വരണം. ഇങ്ങനെ ഒരു ഊള എന്റെ കരിയർ കണ്ടില്ല. കരിയർ ബെസ്റ്റ് ആണ്. ഓക്കെ, ഞാൻ പോകുന്നു. ബൈ ദ ബൈ. ആളിയാ ഇടയ്ക്ക് വരാളിയാ പാമ്പ് കളിയാ നിർത്താലോ. എടാ നമ്മളല്ലടാ നമ്മളെ പൊട്ടവനെ കാണിക്കല്ലേ. പറ ആ ബെഡ് I already purchased one tank over to that side. അത് ആൻഡ് And I need test it. ഹി ഹാവ്. നിനക്കിതില്ലേ? And the number. ആ അടി. ഇതേപോലത്തെ പാമ്പാണ് നമ്മൾ പേടിക്കുന്നത്. ഓ ഇതിന് സൗണ്ട് ഉണ്ടല്ലേ? സൗണ്ട് അല്ല, പ്ലാസ്റ്റിക്കിന്റെ പ്ലാസ്റ്റിക് ആണല്ലേ. ഇത് രണ്ടും കൂടി മാത്രം എത്രയാവുമെന്ന് ഞാൻ ഇപ്പൊ കാണിച്ചു. പാമ്പെങ്ങനെ ഇതേപോലെ ടീഷർട്ട് ഉള്ളിൽ പച്ചില പാമ്പ്. താങ്ക് യു. ബെഡിങ് വെച്ചാൽ ആ എന്നാ കൂടി. പിന്നെ സ്ട്രിക്റ്റ് ഉണ്ട്. അമലിന്റെ നോക്കി. അമല് അമേരിക്കൻ എക്സ്പ്രസ്. എടാ അമേരിക്ക എക്സ്പ്രസ് കൊടുക്കടാ. പ്ലാറ്റിനം. അമേരിക്ക എക്സ്പ്രസ് പ്ലാറ്റിനത്തിന്റെ ഓർഡറാണ് കേട്ടോ. ഗൈസ് കാര്യമായിട്ട് അമേരിക്കൻ എക്സ്പ്രസ് പ്ലാറ്റിനം. സോറി പോട്ടെ ചെയ്യണം പോലെ കാടറും. ഗൈസ് അമേരിക്കൻ എക്സ്പ്രസ് പ്ലാറ്റിനത്തിന്റെ ഓണറാണ് നമ്മളുടെ അമൽ ജോർജ് റോയ്. കഴിഞ്ഞു, ഇനി ഒന്നും ചെയ്യാനില്ല. ഒരാൾക്ക് പാതി മൈൻഡ് ചെയ്ത് ഒരാൾ മേടിച്ച് എഴുതി. എൻ്റെ അമ്മയും അപ്പനും പെങ്ങളും അളിയനും കേൾക്കാൻ വേണ്ടി ഇതിൽ എനിക്കൊരു പങ്കില്ല കേട്ടോ. ഇതിനകത്ത് ഇനി എന്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. കണ്ടീഷണർ, ഒരു ലൈറ്റ്. ഇത് പൊട്ടിച്ച് തുറക്കില്ലേ? ഇപ്പൊ തുറക്കണ്ട പോടാ വയ്ക്ക്. പിന്നെ നമുക്ക് സെറ്റ് ചെയ്യാം. മറ്റേ എന്താ ഇത് ചൂട് കൊടുക്കേണ്ട ലൈറ്റ്, സ്പോട്ട് ലാമ്പാണ്. സ്പോട്ട് ലാമ്പ്. ഇതെന്താ ടെമ്പറേച്ചർ. ഇതെന്തോ ഒരു ഇത് കാർപ്പറ്റ്, ഇത് തടി, ഇത് കണ്ടീഷണർ, അങ്ങനെ എന്തൊക്കെയോ ഉണ്ട് ഇതിനകത്ത്. ഇത് കാൽഷ്യം. ഇപ്പോൾ ഒരുവിധം എല്ലാം നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. മറ്റേ പാമ്പല്ലേ ലീഗില് ഹബീബി. പോലീസ് വരുന്നത് വരെ ലീഗിലുള്ളൂ, അത് കഴിഞ്ഞ് എല്ലാം ലീഗല്ല. ഗൈസ് ഇതിന്റെ ഫ്രണ്ടിൽ വെച്ചേ പെക്കോയിന്ന് നമ്മൾ ഇറങ്ങിയിട്ടില്ല. ഫ്രണ്ടിന്ന് വെച്ച് തന്നെ മൈൻഡ് മാറുന്നു രണ്ടുപേർക്കും. ഞാൻ പറയണേ എന്താ വെച്ചാൽ നമുക്ക് ഡ്രൈ ഫുഡ് വാങ്ങാം, അല്ലെങ്കിൽ ലൈവ് മൈസോ ആണ്. പക്ഷെ ലൈവ് മൈസോ വെച്ചാൽ മറ്റേ കൂണത്തിടാം. നമുക്ക് ഈ സാധനം അല്ല, ഇവന്മാര് നടക്കൂല കേട്ടോ. ഇവന്മാരിത് അവിടെ നിന്ന് മേടിച്ച് ഇവിടെ വന്നപ്പോ ഞങ്ങളെ കൊണ്ട് പറ്റണില്ലെന്ന സ്കീമിൽ നിൽക്കുകയാണ്. മറ്റേ കൂണ് മറ്റേ കോലത്തില്. പക്ഷെ ഞാൻ പറഞ്ഞ ഇതാണ് കറക്റ്റ് സൈസ്. ഇതില് മറ്റേ വലിയ കൂട്ടത്താ കൊടുക്കുമ്പോ സാധനം അവിടെ കാണാനാ. പക്ഷെ അത് വലുതാൻ പാടില്ല. അപ്പൊ നമുക്ക് പൈത്തനെ മേടിക്കാം. 5 അടി പൈത്തന ഇത് മേടിക്കാം, മറ്റേ മഞ്ഞ കളർ പൈത്തന. അങ്ങനെ ഇറ്റത് ഇങ്ങനെ രണ്ടടിച്ച് കഴിഞ്ഞാൽ പിന്നെ സേവ് ചെയ്ത പാമ്പേന്ന് മനസ്സിലായില്ല. ഇത് ആരും നോക്കും. സാവി അത് പാമ്പിനെ ആരും മേടിക്കും. നമ്മളെല്ലാരും കയ്യിലെടുക്കും. ഞാൻ എടുക്കും. അങ്ങനെ പെറ്റ്കോയിന്ന് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. അടുത്ത സ്ഥലത്തോട്ട് ഞങ്ങൾ പോകും. അതെ, വണ്ടി വന്നിട്ടുണ്ട്. പാമ്പിന്റെ യഥാർത്ഥ അങ്ങോട്ട് പോകുമ്പോ കൂളിംഗ് ഗ്ലാസ് എല്ലാം ഉണ്ടായിരുന്നു. എടാ ഇതിനകത്ത് ഇതിനെങ്ങോട്ട് കേട്ടിടാ. സോ ഇവിടെ നിന്ന് മേടിക്കണമെന്നാണ് കരുതിയത്. പക്ഷേ ഇവിടെ ഞങ്ങൾ വിചാരിച്ച സാധനം ഇല്ലാത്തതുകൊണ്ട് പാമ്പ് വരെ കുഴപ്പമുണ്ടോന്ന് പറ്റിക്കാൻ പേടിപ്പിക്കാം. കേറിക്കോ. പാമ്പുണ്ട് എങ്ങനെ ഇരിക്കുന്നു? എന്നെ പിടിച്ച് ഫ്രണ്ട് ഇരുത്തി ഗൈസ്. എന്തോ പറയാനാ. നമ്മള് ഷോപ്പ് 2 എത്തിയിട്ടുണ്ട്. റെപ്റ്റൈൽസ് എന്നാണ് പേര്. എടാ വെളി വെക്കണ്ട, അള്ളും ആരും കൊണ്ടുപോയില്ലെന്ന്. ഓക്കെ ഗൈസ്, ഇതിവിടെ തിരിച്ചാണോന്ന് എനിക്ക് ഉറപ്പില്ല. എന്തായാലും നോക്കാം. അതിനെ അകത്ത് വെക്കുന്നത് നല്ലത്. ഇവിടെ എടുത്ത് നമുക്ക് വയ്ക്കാം തൽക്കാലത്തേക്ക്. അങ്ങനെ ഞങ്ങൾ റെപ്റ്റൈൽ ഷോപ്പിൽ വന്നിട്ടുണ്ട്. ഇവിടെ കുറേ കൂടി സ്നേക്കുകൾ ഉണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. ദേ പാമ്പ്. Can I see like some pythons if you have? Yeah. അത് പാമ്പായിരുന്നത്. ഇത് ഫുള്ള് പാമ്പുകളാ.
വെള്ളയാ? അല്ല ഇത് നമ്മുടെ പാമ്പിൽ കൂട്ടിയ വെള്ളം വേണം. ആ ഓക്കെ. Oh, that looks so good. അമ്മച്ചി. How much is it? This one's $2.25. 225. Okay. So I'm looking somewhere between like 150. Oh my god, that's a giant guy. Oh my god, it looks good. എൻ്റെ അമ്മ അത് She's just a little sassy. She likes to bite. She likes to bite? Oh, no thanks. No, thanks. I think that You know, we are so innocent guys, so. അവരവിടെ പാമ്പുകളെ നോക്കാം. ഇവിടെ കുറെ പാമ്പുണ്ട്, പക്ഷെ റേറ്റ് നല്ല കൂടുതലാണ് അല്ലേ അളിയാ? അതെ 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 കറക്റ്റാണ്. അതെ അതെ അതെ. Very good yellow. എന്ത് പറ്റിയടാ? എന്തായി? Nikita, 175. ആ The more yellow ones we have. It's like 300, 400. Yeah. The more brighter the colors It's the, get, they tend to yeah, be it's a പാമ്പാണ് നോക്കി. നല്ല കടയാ. ഇവിടെ ഇതിന്റെ പാമ്പാണ്. ഇതെന്താ 24 മണിക്കൂർ ഓൾഡ്. 24 മണിക്കൂർ ഓൾഡാ? ഒരു ദിവസം പ്രായമുണ്ട്. അല്ലടാ, ഹോൾഡ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഹോൾഡ് ഓൾഡ് അല്ല, ഹോൾഡ്. കുഴപ്പമുണ്ടേ. എടാ അല്ല, എന്തിനാ ആ ചെറിയ പാമ്പുകൾ എടുത്താ പോരെ? ചെറിയ പാമ്പിനും വിലയാണ് എങ്ങായി. ചെറു 170. സാൻഡ് പോവാ $400 കേട്ടോ. എവിടെ? ഏത് കോണില്ലേ? കോൺ സ്നേക്കില്ലേ? ആ അതെ. അത് എടുക്കണ്ടാണ്. ഉണ്ട് ഇവിടെ. ഇത് പാമ്പ്. Shit, അമ്മേ. ഈ സൈസൊക്കെ ആവും കേട്ടോ അത്. Shit, അമ്മേ. ഞാൻ പറയണെങ്കിൽ ചെറുതൊക്കെ എടുക്കണതാണ് നല്ലത്. പോക്കറ്റിലേക്ക് ഇട്ടിട്ടു. പോക്കറ്റില്ല, അല്ലെങ്കിൽ തുറക്കുന്നതിന് കണ്ണി കുത്തിച്ചാൽ ആ ഇതൊന്നും കടിക്കുള്ളൂ. നമ്മൾ പാമ്പിനെ മേടിച്ചിരിക്കുന്നു. മഞ്ഞാണല്ലേ കേട്ടോ. Is that fine if I shoot video? Like we are just vlogging out. So corn snake is legal in Colorado? കള്ളോ? I can see that. Oh, you know how much it's gonna like grow? These guys will get up to like around 4. ഇതാ മറ്റേ മുദ്ദ് കല്യാണി. എടാ 200 പക്ഷെ ഇതിനെക്കാട്ടി നല്ലത് മറ്റേതൊക്കെ. No thanks. We need the one that doesn't bite. It's like features. Cinnamon milk snake. This one is orange. I mean red and. Okay, We already saw this guy. We saw the milk snake. Oh yeah, those guys are pretty. Let's see what else. this one. Oh, that's corn snake. No. Yeah, and then we have. This one's അത് കൊള്ളാം. ഇതൊക്കെ ആരും നോക്കും. ഇതൊക്കെ ഉടുപ്പിന്റെ അടുത്തുള്ള എടാ കാണത്തില്ല. ഇല്ലടാ, അത് കൂടിനകത്തില്ലേ, അത് കൊള്ളാം. And then this guy. Does he bite? No. These guys are just a bit more like jumpy. Super cute. I'm sorry, I'm afraid of snakes. You're fine. It won't bite, right? No. It looks good though. Looks What do you recommend? Who is like this guy or that guy? If you want something that you can hold. okay. Guys, നമ്മൾ അവിടെ അതിന് സെലക്ട് ചെയ്ത് ഇനി ഇവിടെ പാമ്പായാലും കുഴപ്പമില്ല, ആരറിയാനാ. ചുമ്മാ ഇരടാ അപ്പൊ നമ്മളും അല്ലേ വീഡിയോയിൽ എടുക്കണേ? വീഡിയോയിൽ ഇതൊക്കെ മേടിക്കണം. ഇതെടുക്കണേ എടുക്കാം. It won't bite, right? looks little scary boy. They always can bite, but most of the time they don't. But even വരടാ അയച്ചൂട്. Can I hold him? Okay. Oh my god. ചുമ്മാ ഇരടാ തരായടാ. കടിപ്പിക്കട്ടാ. പോടാ. അതിന്റെ മൂവ് കളിയാണ് കേട്ടോ. Yeah, you can hold him back. Thank you so much. ഞാൻ എന്തുണ്ടാക്കും? I guess he's. ഗൈസ് ഞങ്ങൾ കൺഫേം ചെയ്യാം ഏതെടുക്കണമെന്ന്. ഞാൻ 175 നോട്ടിക്കണം. 175. പിന്നെ അവിടെ ഉള്ള സ്മോള് 100 ആണ്. അപ്പോൾ കൺഫേം ചെയ്യാണ് ഏതെടുക്കണമെന്ന്. എന്താ ഹലോ, ഇത് കൊള്ളാമല്ലോ. രണ്ടെണ്ണം അയച്ചിട്ടുണ്ട് ഞാൻ. ആ രണ്ടെണ്ണം നോക്കിയേ. ഒരെണ്ണം 100, ആ മെലിഞ്ഞിട്ടുള്ള 100, തടിച്ചിട്ടുള്ളത് 175. അവിടെ ഇത് മീൻ എന്ത് രസമാണ്. തിരക്കുണ്ടായിക്കോട്ടെ, ഞങ്ങളിപ്പോ എന്ത് പറഞ്ഞു. മെലിഞ്ഞതിന് 100, മറ്റേ 175. അപ്പോൾ ആദ്യം ഓണറിനോട് വിളിച്ച് സംസാരിക്കുകയാണ്. പൈസ ഇട്. ആ പിന്നെ വേണ്ടത് ഉള്ളത്. ആ
ആ മതി. തവളയോ? ഇതെന്താ? ഇത് ജീവിയാണോ? അത് ജീവിയാണ്. ഇത് വേണം അത് വേണം. ഏതാ നീയാണ് ഓണർ? നിനക്കേതാ താല്പര്യപ്പെട്ടെ? എനിക്ക് രണ്ടും ഇഷ്ടമായി. പക്ഷെ എന്താ കാര്യം വെച്ചാൽ അത് അനങ്ങാണ്ട് കിടക്കും, ഇത് അനങ്ങാണ്ട് കിടക്കില്ല. നിനക്ക് അതിനെയാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്? എനിക്ക് രണ്ടിനും ഇഷ്ടമായി. ഇതും കൊള്ളാം, രസമുണ്ട്. എന്റെ കണ്ണൊക്കെ രസമുണ്ട്. കറുപ്പ് രസം കേട്ടോ. ഏത് ഞാൻ ചോദിച്ചോളൂ രണ്ടിന്റെ ഫീഡ് ചെയ്യുന്നത്. They're both going to be pretty similar. They're not super crazy. Feed them once a week. When they're adults, feed them once every 2 weeks. Yeah. Let me see if we have sizes for them. But yeah, we do packs of them frozen. Oh, so it's a frozen one. Yeah, and then you just thaw it and then feed them. Gotcha. Frozen. And these guys eat every Thursday. Every Thursday. So every Thursday I should give one mice, right? Yeah. Fine. I'll take that. I'll go put them in a baggie for you. നമുക്ക് കഴിക്കാൻ പറ്റില്ല. അപ്പഴാ പാമ്പിന് എടാ മറ്റേ 100ന്റെ എടുത്താലോ? 100ന്റെ എടുത്താലോ? നമ്മൾ ഭയങ്കര ചീപ്പായിട്ട് പാമ്പിനെ മേടിച്ചത്. ആര്? ചെക്കൻ പറയാ പാമ്പിനെ കിടന്നുറങ്ങുന്നത്. $1000 പോകണ്ടേ? കഴക്കല്ലേ? കഴിക്കില്ലല്ലോ, പിന്നെ വാങ്ങില്ലല്ലോ. ഗൈസ് നമ്മളപ്പോ പാമ്പിനെ ഒഫീഷ്യലി മേടിച്ചിട്ടുണ്ട്. ഇത് പൈത്തനാണ്, പെരുമ്പാമ്പ്. ചുട്ടുപണി. വലിയ പാമ്പ്. Do you have like mice in the DoorDash if I want to buy in the future? No, we don't. I wish we did. That Yeah. would come in handy. I have a question. ഗൈസ് It really depends on like how much they're eating. 252 Most of the time പ്ലസ് it's like 120 What's the temperature should I put on the 30 എല്ലാം കൂടി എത്ര? 40. Line cut. ഇതിന് $1000 ആയി ഒറ്റ സ്നേക്കിന്. ചെറുക്കാൻ പിടിച്ചിരിക്കണുണ്ട്. എനിക്ക് പേടിയുണ്ട്. $1000. I like your friend should hold it. ഓക്കെ അവനെ. I still have this chill in my body after seeing the snake, you know. Hold it. It's not gonna get you. It's not gonna buy it, does it? ചീളിയ I know it doesn't bite. That's $1,000 right there. $1000 ആണോ ചീട് നോക്കോട്ട്. ചേച്ചി ഫുള്ള് മോട്ടിവേഷനാ. ശരിയാവൂല. ചേച്ചിയുടെ മോനാണെങ്കിൽ ഈസി ആയിട്ട് ഓടിക്കുക. Really? അയ്യോ ഇതാണ് order. ഇതെന്താ എന്താ എനിക്കൊരു പേടി. You wanna hold it? ഒരു താല്പര്യമില്ല. ബ്ലോഗറായി കണ്ടു. No, I'm good. Thank you. Why does nobody wanna Why hold didn't you it? put him back, honey? Yeah, that's the best choice. Back in his home. Yeah. You're funny. നേരത്തെ പറഞ്ഞ ചെറിയ തിരുത്തോണ്ട് 450 അല്ല 400. നാട്ടിലത്തെ നെറ്റ് 40,000 രൂപ ഇപ്പൊ നോക്കണമെങ്കിൽ. എന്താണ് ഈ സമയത്ത് തല്ലിക്കൊന്നതാണ് മലരൻ മേടിച്ച്. അമ്മ അറിഞ്ഞ പോയി വീട്ടിൽ കൊടുത്ത. എന്റെ വീട്ടിൽ കാണിക്കത്തില്ല. അമലുണ്ട് കേട്ടോ ഇതില്. ഞാനില്ല. അമലുണ്ട്. ഞാൻ മേടിക്കുമ്പോ അറിയാം അതിന്റെ നോക്കത്തില്ല, തുടത്തിലൊന്നും ചെയ്തില്ല. അത് ഞാൻ വെള്ളിയെടുത്തപ്പോ എന്റെ ശരീരം ഇങ്ങനെ പിരിക്കാൻ തുടങ്ങി. അറിയോ? നല്ല രസം. ഞങ്ങൾക്ക് മറ്റേ കൊച്ചർക്ക് എടുത്ത് ഇങ്ങനെ എനിക്ക് ഞാനും അത് എന്നെ കൊണ്ട് ജയിക്കൊന്നും പറ്റൂല. 1,00,000 പാമ്പോ നീ എടുത്ത് തോളത്തിട്ടോളെ. ഞാൻ മറ്റേ മര്യാദക്ക് ബ്രേക്കിന് ഉറങ്ങിയാൽ മതി. ഞാൻ പറഞ്ഞു ഇതിനെക്കാട്ടി നല്ല പോയി എന്റെ 30 ഇടയ്ക്ക് പോയി. നമുക്ക് രണ്ടുകൂടെ മിക്സ് ചെയ്തോളാം കേട്ടോ. നമുക്ക് അത് ഹാംസ്റ്റേഴ്സ് ഇടാം. അത് ഹാംസ്റ്റർ ഗൈസ് അപ്പോൾ 250 തന്നെയായിരുന്നു. 450 തന്നെയായിരുന്നു കേട്ടോ. ഊബർ ഉണ്ടായിരുന്നു, ക്ഷമിക്കണേ. ഊബർ എല്ലാം കൂടി 480 ആയിട്ടുണ്ട് കേട്ടോ. എന്നാ അങ്ങനെയാണെങ്കിൽ ഊബർ 4 ഊബർ ബുക്ക് ചെയ്ത് 4 ഊബർ. കാരണം ലൈക്ക് ഇനി ഇവിടെ നിന്ന് ഇവിടെ പോകണം, റെസ്റ്റോറൻറ്റിൽ പോകണം. കഴിക്കണമെന്ന് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചില്ലടാ. ഞാൻ എന്റെ കരിയറിൽ കാണിച്ചിട്ടുള്ള ഒരു നല്ല കഴകളൊന്നും ആയിരിക്കില്ല അമ്മലേത്. പീക്ക് കാഴ പച്ചക്ക് പറയല്ല. ഇത് പീക്കാട് കേട്ടാ. പാമ്പിനൊക്കെ മേടിക്കാന്ന് പറഞ്ഞാ ദേശം പീക്കായി പോയി.
ഈ പൈസ മതി ഒരു കാറ് വേണ്ടി. കാർ 2 ദിവസം നീ ഇപ്പൊ ഷോക്ക് ചെയ്ത് മാറിയില്ലടാ. ഇവൻ തന്നെ നോക്കണം. ഞാൻ നോക്കണം, അല്ലാണ്ട് ഞാൻ നോക്കുക. ഇവനും സാവിയും ഉന്നമട്ടും നമ്പിയിരിക്കണേടാ. നാളെ സത്തോളെ കഴിയറവൻ 50,000 രൂപ. അയ്യോ ഇനി പാമ്പമ്മേ പേടിക്കല്ലേ, കടിക്കില്ലേ, വിഷമില്ലാത്ത രസല്ലേ. അമ്മയ്ക്ക് വേടായി പാമ്പര് പിടിച്ചത്. അയ്യോ വീട്ടിൽ കാണിക്കാൻ പോയി സമാധാനം കിട്ടും, പേടിക്കണ്ട. വണ്ടി എത്തിയടാ. പിന്നെ മതി, നാട്ടിൽ നിന്ന് ഡ്രസ്സ് കൊടുക്കേണ്ട പൈസ പിന്നെ മതി. അത് ഡ്രസ് ഇപ്പൊ ഇവിടെ ഇട്ടതിന് ശരിയല്ല. ഞാൻ കുറച്ച് ഡ്രസ്സുകൾ വാങ്ങിച്ചു, അതിന് ഇപ്പൊ ഡ്രസ് ഉണ്ട്. അയ്യോ അവസ്ഥ. ഗൈസ് ഞങ്ങളുടെ ചെറിയ വ്ളോഗ് ഇവിടെ തീരുകയാണ്. ഫുൾ വീഡിയോ എന്തായാലും യൂട്യൂബിൽ വരും. ചെറിയ ഒരു ഷോർട്ടായിട്ട് ഇൻസ്റ്റയിൽ അപ്ലോഡ് ചെയ്യാം. അത്രയ്ക്കേ ഉള്ളൂ. ഫോട്ടോ അയക്കാനാ. ഇതായിരിക്കും ഞങ്ങൾ മേടിച്ച എല്ലാ വീഡിയോയുടെയും ഒരു എൻഡ് പറഞ്ഞത്. പക്ഷെ ഇതിന് മാത്രമാണ് ഇത്രയ്ക്കും എന്താ ഒരു ഡബിൾ മൈൻഡ് ഞങ്ങൾ വന്നത്. അല്ലെങ്കിൽ നമ്മൾ മേടിച്ച ആ ഒരു മൈൻഡ് വിടും. കാരണം പാമ്പാണല്ലോ. അപ്പൊ നമുക്കറിയാലോ, നാട്ടില് നമുക്കറിയാം നമ്മള് പേടിച്ച് കണ്ടൊക്കെ ജീവിക്കണേ. പെട്ടെന്ന് ഒരു പാമ്പെന്ന് പറയുമ്പോൾ അത് ഉറപ്പായിട്ട് ഒരു ബാഡ് അടിക്കും കുറച്ച് ദിവസത്തേക്ക്. അത് കഴിയുമ്പോൾ അതങ്ങ് സെറ്റാക്കി കൊടുക്കും. നമ്മൾ സെറ്റാക്കാം. ഇത്രയൊക്കെ തന്നെ ഉള്ള വീഡിയോ. ഇനി പറഞ്ഞ കയ്യിൽ നിന്ന് പോവും. എല്ലാം പറഞ്ഞ പോലെ അത് ഞാൻ കേൾക്കാത്തല്ലേ, ചിലക്കാണ്ട്